പ്രൈസ് ലോൺ. നിങ്ങൾ EKG എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ? ആ EKG നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടുപ്പുള്ള ആ പേപ്പർ വരുമ്പം ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഒക്കെ ഉള്ളതല്ലേ. അപ്പം ആ മേലോട്ട് ഒരു V തലതിരിച്ച് ഇട്ടാൽ മേലോട്ടുള്ള പോലെ അതിന് പിന്നെ വരുമ്പോൾ V കാണും. അപ്പം A പ്ലസ് ശുദ്ധി ഈക്വൽ അശുദ്ധി, V പ്ലസ് ശുദ്ധി ഈക്വൽ വിശുദ്ധി. പക്ഷേ ഇതിൻ്റെ നടുക്കൊരു ലൈൻ ഉള്ളതായി നമുക്ക് കാണാം അല്ലേ. അത്രയേ ഉള്ളൂ EKG. മനുഷ്യൻ്റെ നാടിയെടുപ്പും ഹൃദയമെടുപ്പിൻ്റെ ഇടയ്ക്കുള്ള ഒരു ലൈൻ്റെ മേലും താഴെയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയമെടുപ്പെന്ന് പറയുന്നത്. അതിനെ നമുക്ക് അശുദ്ധിയായിട്ടും വിശുദ്ധിയായിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഈ അശുദ്ധി കൂടിപ്പോകുമ്പം മനസ്സിലായോ? അശുദ്ധി കൂടിപ്പോകുമ്പോൾ അതിൻ്റെ മൊന ഇങ്ങനെ മേലോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം വാ തുറന്നിരിക്കും, ഭൂമിയിലോട്ട് ആകർഷിച്ചുകൊണ്ടുള്ള, ഭൂമിയിലുള്ളത് മതി, ദൈവത്തെ വേണ്ട, ദൈവത്തെ വേണ്ട. അന്നേരം ദൈവം കൊടുക്കും, മേളിൽ നിന്ന് ഒരടി കൊടുക്കും. അപ്പോൾ അത് നേരെയാവും, അല്ലെങ്കിൽ തലയിരിക്കും. മനസ്സിലായി? നേരെയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിശുദ്ധി നേരെയായാലും, വിശുദ്ധി V നേരെയാക്കിയാലും, A നേരെയാക്കിയാലും അതൊരു സ്ട്രെയിറ്റ് ലൈനായിത്തീരും. ഈ സ്ട്രെയിറ്റ് ലൈൻ കാണുന്ന ഒരു നേഴ്സുമാർ, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആൾക്കാർ എന്തോ ആയിരിക്കും അത് പറയുന്നത്, നമ്മൾ തട്ടിപ്പോയെന്ന് പറയും അല്ലേ. ആ ലൈൻ സ്ട്രെയിറ്റ് ആയാൽ തട്ടിപ്പോയി. കാരണം ഹൃദയമെടുപ്പിൽ നിന്ന് പോയാൽ എല്ലാം പോയി. ആ ഹൃദയമെടുപ്പിനുള്ള ആ മധ്യത്തിലുള്ള ആ സമയം, അത് കാലഘട്ടമുള്ളൂ നമുക്ക്. ഇത്രയുള്ള വിശുദ്ധി വേർപാടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലൈൻ നേരെ ആയാൽ മനസ്സിലായി, ഈ സ്ട്രെയിറ്റ് ലൈനിനും ഒരു പറയും, അതും സ്റ്റാർട്ട് വിത്ത് V, വേർപാട്. മനസ്സിലായി? ഇത്രയുള്ള വേർപാട് വിശുദ്ധി എന്നൊക്കെ പറയുന്നത്. സിമ്പിളാണ്, വേറെ സിമ്പിളാണ്. മനുഷ്യരത് എക്സ്പ്ലെയിൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെ ഒത്തിരി ചട്ടങ്ങളും അതും ഇതുമൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ച് അങ്ങ് ആൾക്കാരെ പേടിപ്പിച്ച് വെച്ചിരിക്കും. മനസ്സിലായി? EKG അത്രേ ഉള്ളൂ. വിശുദ്ധിയും വേർപാടും സിമ്പിളാണ്, പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കുറച്ച് വിശുദ്ധി വേർപാടും നോക്കി. ഈ ആഴ്ചയും ഉണ്ട്, നമ്മളപ്പോൾ ഈ ആഴ്ച ഉണ്ട്. ഓക്കെ, അപ്പം ഈ ആഴ്ച കുറേ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്. ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം